ഒരു ചർച്ചയ്ക്കുമില്ല ഈ സമയത്ത് എന്നുള്ളതാണ്. പിശാചിനോടാണ് തങ്ങളുടെ പോരാട്ടം, അത് തുടരും എന്നുള്ള ശക്തമായ നിലപാട് ഒരിക്കൽ കൂടി ഇറാൻ ആവർത്തിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കൂടിയുണ്ട്. സരുൺ ജോസ് തുടരുന്നുണ്ട്. സരുൺ, അങ്ങനെ അതാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്, ഒരു ചർച്ചയ്ക്കും തങ്ങളില്ല, ഈ പോരാട്ടം തുടരും എന്ന് അവർ നിലപാട് അറിയിക്കുകയാണ്. കൂടുതൽ ആക്രമണത്തിൻ്റെ വാർത്തകൾ, കൂടുതൽ മരണത്തിൻ്റെ വാർത്തകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് ഇസ്രയേലിൻ്റെ ഒരു ഡ്രോൺ തകർത്തു എന്നതിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരുടെ വാർത്താ ഏജൻസി പുറത്തുവിട്ടത്. ആണവ കേന്ദ്രത്തിന്, നഥാൻസ് ആണവ കേന്ദ്രത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആണവ ചോർച്ചയുടെ ഭീതി വേണ്ടതില്ല എന്ന തരത്തിൽ പുതിയ വിശദാംശങ്ങൾ വരുന്നത് എന്താണ്? അനുജ, ഈ സമയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ചർച്ചകൾക്ക് ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗ്രേറ്റ് സാത്താൻ എന്നാണ് ഇറാൻ കാലങ്ങളായി അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത്. ആ പോരാട്ടം പിശാചിനോടാണ്. ചർച്ചകൾക്ക് ഇല്ല, ഇറാൻ പിശാചിനോട് പോരാടുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രതിരോധത്തിലാണ്, ചർച്ചകൾക്കല്ല. തിന്മയ്ക്കെതിരെ നിലകൊള്ളുന്ന ഒരേ ഒരു ശക്തിയാണ് ഇറാനെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതായത് ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി തുടരുമെന്ന് തന്നെയാണ്, യാതൊരു ഒത്തുതീർപ്പിനില്ല എന്ന് തന്നെയാണ് ഇറാൻ ഈ സമയത്ത് വ്യക്തമാക്കുന്നത്. ഇതിനിടെ നടാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഇറാനിൽ ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ മാറിയാണ് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആക്രമണമുണ്ടായി എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിക്കുകയാണ്. ഇതിന്റെ പ്രവേശന കവാടത്തിൽ അത് തകർന്നു എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഇറാന്റെ പ്രതിനിധി ഇക്കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയെന്നായിരുന്നു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിലെ ഇറാന്റെ പ്രതിനിധി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇന്നലെ അത് IAEA സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരുന്നു. പക്ഷേ ആണവ വികിരണമോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിന യുദ്ധത്തിൽ ഈ നദാൻസും അതുപോലെ തന്നെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിൽ ആക്രമണം നടത്തിയത്. അന്ന് സാരമായ കേടുപാടുകൾ ഈ കേന്ദ്രങ്ങൾക്ക് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഈ നദാൻസ് ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ ആണവ ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറാനിൽ കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച 200 യുദ്ധവിമാനങ്ങളാണ്, ഇസ്രായേലിന്റെ 200 യുദ്ധവിമാനങ്ങളാണ് ഇറാന് മുകളിൽ പറന്നത്. പക്ഷേ അടുത്ത ദിവസങ്ങളിലും ഈ നില തുടരുന്ന സാഹചര്യമാണ്. ഇന്നലെ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ ഇറാന് മുകളിൽ കൂടി പറന്നു. ഇന്നും അതിൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഈ ഇറാന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ, അത് പല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം. പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ ആക്രമണം കേന്ദ്രീകരിക്കുമ്പോൾ ഇറാന്റെ വടക്ക് ഭാഗത്താണ് അമേരിക്കയുടെ ആക്രമണം കൂടുതലായിട്ടും ഉള്ളത്. ഏതാണ്ട് 500-ലേറെ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ന് ഈ ഇറാനിൽ ഇതുവരെ ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് റെഡ് ക്രോസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1000-ലേറെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഈ മേഖലകളിൽ ആക്രമണം. ചില ഇടങ്ങളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടാക്കിയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും. ഇറാന്റെ ഈ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് അവിടെ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് എന്ന ഒരു തന്ത്രം ഉപയോഗിച്ച് ഇപ്പോൾ സംയുക്ത ആക്രമണം തുടരുകയാണ്. അതുപോലെ തന്നെ ഈ റഡാർ സിസ്റ്റം അടക്കം തകർക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാനുമായി അതിര് പങ്കിടുന്ന സഹേദൻ മേഖലയിലെ എയർബേസിൽ അവിടെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനമുണ്ട്. അതടക്കം തകർക്കുന്ന രീതിയിലേക്ക് അങ്ങനെ തന്ത്രപ്രധാനമായ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവും ഒരു വശത്ത് തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ IRGCയുടെ ഇറാന്റെ ഏറ്റവും അവരുടെ അഭിമാനമായ സേനയാണ്, യുദ്ധ സേനയാണ് IRGC എന്ന് പറയുന്നത്. IRGCയുടെ നേതാക്കളെ, ഉന്നത നേതാക്കളെ, കമാൻഡർ ഇൻ ചീഫിനെ അടക്കം വധിക്കാനുള്ള പദ്ധതി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഇപ്പോൾ അവിടെയും നടത്തുന്നത്. ടെഹ്റാന് സമീപം IRGCയുടെ പ്രധാന കേന്ദ്രത്തിൽ അവിടെ വലിയ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എത്രത്തോളം രൂക്ഷമാണ് ഇപ്പോൾ ഈ ഇടങ്ങളിലുണ്ടായ ആക്രമണമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.